ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ റീവാലുവേഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക, ഏറ്റവും മുകളിൽ കാണുന്ന സമസ്ത ഇൻഫോ എന്നതിലൊന്ന് പോവുക. അത് കഴിഞ്ഞാൽ നേരെ സമസ്ത ഓൺലൈൻ എന്ന് കാണും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും മുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ അടിച്ചു കൊടുക്കുക. അത് ഒരു ജനറൽ സിലബസ് ആണെങ്കിൽ ജി എന്നും, സ്കൂൾ സിലബസ് ആണെങ്കിൽ എസ് എന്ന വേർഡ് തൊട്ടാണ് തുടങ്ങുക. 4 അക്കമുള്ള വെച്ചെങ്കിൽ ഒരു 0 എന്നേക്കാരം, ഓ എന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ജി അതിൻ്റെ പാസ്വേഡ് അടിച്ചെടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് റീവാലുവേഷൻ ആൻഡ് സേ എക്സാം എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റീവാലുവേഷൻ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കുട്ടിൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്ത് ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. 5 ആണ് 5 എടുക്കുക, 7 ആണ് 7 എടുക്കുക. നേരെ സെർച്ച് സ്റ്റുഡൻറ്റ് എന്ന് എടുക്കുക. അത് 7ാം ക്ലാസ്സാണ്. നേരെ സെർച്ച് സ്റ്റുഡൻറ്റ് നിലയിൽ പോവുക. അതിലൊന്ന് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് കാണിക്കും. അത് ക്ലിയർ അല്ലേ എന്ന് നോക്കണം. അതിൻ്റെ ശേഷം ഏതൊക്കെ വിഷയത്തിനാണോ റീവാലുവേഷന് കൊടുക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ഇടത് ഭാഗത്തൊരു കള്ളിയുണ്ട്. ആ കള്ളിയിൽ ഈ കുട്ടിക്ക് ലിസാനുൽ ഖുർആനിലും പിന്നെ ഫിഖ്ഹിലും പിന്നെ താരീഖിലുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ രജിസ്റ്റർ എന്ന ബട്ടൺ അടിച്ചു കൊടുക്കുക. അതിൻ്റെ മുമ്പ് കുട്ടിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. കുട്ടിയുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് രജിസ്റ്റർ എന്ന ബട്ടൺ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ ഓക്കെയും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ രജിസ്റ്ററായി. ഇനി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ ഫീസ് അടക്കണം. ഫീസ് അടക്കൽ ഇതാ ഇവിടെ ഏറ്റവും അടിഭാഗത്ത് 1 എന്ന് കാണാം. നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കണ്ടില്ല, അതിൽ 1 എന്ന് കാണാം. 300 രൂപ. 300 രൂപയിൽ നേരെ പേ എന്ന ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും ഗൂഗിൾ പേ വഴിയാണോ ഫോൺ പേ വഴിയാണോ എന്ന് ചോദിക്കും. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് അടക്കുന്നത്. അപ്പോൾ ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻ ഞാനൊന്ന് സെലക്ട് ചെയ്താൽ നമ്മളെ ഗൂഗിൾ പേ ഓപ്പണായി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേൻ്റെ പാസ്വേഡും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നേരെ പൈസ എന്തായി അങ്ങോട്ട് സെൻഡാവും. UPI ID ഒക്കെ അപ്പോൾ പൈസ സെൻഡായി. ഇത്രയുള്ള പണി. ഇനി പൈസ സെൻഡായാൽ നമ്മൾ നേരെ ബാക്ക് പോകരുത്, ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ റെസീറ്റ് കിട്ടണം. അപ്പോൾ പൈസ എന്തായി, നേരെ സെൻഡായി. ഇനി നമുക്ക് അതിൻ്റെ റെസീറ്റ് കിട്ടണം. ആ റെസീറ്റ് കിട്ടാൻ നമ്മൾ ആ മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കുക. റീവാലുവേഷൻ എന്നതിൽ പോവുക. റീവാലുവേഷൻ രജിസ്ട്രേഷൻ എന്നതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അടിഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഫീസ് അടച്ചിട്ട് അടിഭാഗത്ത് പോയ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് കാണാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഓക്കെ അപ്ഡേറ്റഡ് എന്ന് വരും. ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മളിതാ ആ ബില്ല് അടച്ചിൻ്റെ റെസീറ്റ് ഇവിടെ പ്രിൻ്റ് എന്ന് കാണും. അതിലൊന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എന്തായി, അതിൻ്റെ റെസീറ്റ് ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഫീസ് റീവാലുവേഷന് കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. ഇത് വേണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇവിടെ എന്ത് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക ആയിരിക്കാൻ വേണ്ടിച്ചെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി ഉസ്താദന്മാർക്കൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.